അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, വളരെ ഖേദത്തോടുകൂടെ ദുഃഖത്തോടുകൂടെ ചിലത് പറയാതിരിക്കാൻ വയ്യ. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതിനെ പടുത്തു ഉയർത്തിയതും അതിന് സാമ്പത്തികമായി എല്ലാതും ചെയ്തതും ഇവിടുത്തെ അധികവും 80-85% ഇവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. അതിന് മലബാറിൽ അതിന് ഊന്നുവടിയായി പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിൻ്റെ നേതാക്കളും മുസ്ലിം ലീഗുകാരും ആണ്. അങ്ങനെ അത് വളർന്ന് പന്തലിച്ച് അതിന് വേണ്ടുന്ന എല്ലാ വളവും ചേർത്തു കൊടുത്തത് ഇവിടുത്തെ മുസ്ലിം ലീഗുകാരാണ്. പക്ഷേ ഇതുവരെയുള്ള എല്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുഴുവൻ പ്രസിഡന്റുമാരും അവരൊക്കെ നല്ല ഉദ്ദേശത്തിൻ്റെ ആളായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് ഒരു പ്രസിഡന്റ് വന്നു. അയാളുടെ പേര് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്നാണ്. അദ്ദേഹത്തെ മുമ്പ് ആരും അറിയുകയില്ല. KT ജലീലിൻ്റെ വളഞ്ഞ അരിവാൾ ചുറ്റിക നക്ഷത്രം ഉദിപ്പിക്കണം എന്ന ചിന്ത കൊണ്ട് സത്താർ പന്തലൂരിന് ഇടതുപക്ഷം വേണ്ടതെല്ലാം ചെയ്യാം എന്ന വാഗ്ദാനത്തോടുകൂടി അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് നയിച്ചു. ആദ്യം ഇയാളെ ട്രഷറാക്കി, പിന്നെ ജിഫ്രി ആയതുകൊണ്ട് ഇയാളെ എന്താക്കി, ഇയാളെ സമസ്തയുടെ പ്രസിഡൻ്റാക്കി. അന്ന് മുതൽ ഇയാൾക്ക് കമ്മ്യൂണിസ്റ്റ് ചായ്വ് വന്നു. കമ്മ്യൂണിസത്തിനെ സംബന്ധിച്ച് 10 കൊല്ലത്തോളം എഴുതിയ ഒരു സുന്നി ടൈംസിൽ നിന്നാണ് ഞാൻ കമ്മ്യൂണിസം എന്താണെന്ന് നേരെ മനസ്സിലാക്കിയത്. ഒരിക്കലും ഒരു മുസ്ലിമിന് കമ്മ്യൂണിസത്തിൻ്റെ ചായ്വ് പോലും ആകാൻ പറ്റില്ല. ഒരു സന്ദർഭത്തിൽ മുസ്ലിം ലീഗ് ബാഫക്കി തങ്ങൾ മലപ്പുറം ജില്ലയുടെ ഒരാവശ്യത്തിന് വേണ്ടി 2.5 കൊല്ലം 1965 കാലങ്ങളിൽ മുസ്ലിം ലീഗുമായി ഒരു രാഷ്ട്രീയ സഹകരണം ഉണ്ടായി എന്നല്ലാതെ ഒരിക്കലും കമ്മ്യൂണിസത്തോട് നമുക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരു സംഘടനയല്ല. ഏകദേശം 10 കോടി മനുഷ്യരെ കൊന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞുകൂടാ. അവരുടെ യഥാർത്ഥ ചിന്ത ഒരു മതകീയ ചിന്ത തന്നെയാണ്, ഒരു കമ്മ്യൂണിസ്റ്റ് മതം. അത് ലോകത്ത് അടിച്ചേൽപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് അതിലുണ്ടായിരുന്നത്. ഏതായാലും ഈ തങ്ങള് ഇവിടുത്തെ സമൂഹത്തെ നാറ്റിച്ചു. ഈ തങ്ങളുടെ സ്വഭാവം എന്തായിരുന്നു? ഇത് ജിദ്ദിയിലുണ്ടായിരുന്നു. അയാൾ കുറച്ചു കാലം അവിടെ കച്ചവടം ചെയ്തു. കച്ചവടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ അയാൾ ചെയ്ത കച്ചവടം വിസക്കച്ചവടമാണ്. പിന്നെ അദ്ദേഹം ചെയ്ത കച്ചവടം വിസക്കച്ചവടമാണ്. അതിന് മുമ്പായിട്ട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്ന് അയാളെ പുറത്താക്കി. ആര്? ശംസുൽ ഉലമ ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഇയാളൊരു ഫിത്നയുടെ ആളാണെന്ന് അന്ന് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ 4 വട്ടം ഒരു സയ്യിദിനെ വല്ലാതെ ബഹുമാനിക്കണ ഒരു വലിയ മനുഷ്യനാണ് ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ. ഞങ്ങളെല്ലാവരും കിതാബ് ഓതിക്കുന്ന കാലത്തും ഞമ്മക്കൊക്കെ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യന്മാരാണ് ക്ലാസ് എടുത്ത് തന്നത്. പക്ഷേ ഇയാളെ ജാമ്യയിൽ നിന്ന് പുറത്താക്കിയിട്ട് പിന്നെ കുറേ പ്രാവശ്യം ഈക്കയുടെ അടുത്ത് ചെന്നു. ഇപ്പം അയാൾ പറയുന്നത് മുഴുവൻ ഈക്കയുടെ മതമാണ്. പിന്നെ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ആ ബിസിനസ്സുകളെല്ലാം പരാജയപ്പെട്ടപ്പോൾ അയാൾക്ക് കിട്ടിയ ഒരു ബിസിനസ്, നല്ല ബിസിനസ്സാണ് സമസ്ത ബിസിനസ്. സമസ്തയുടെ പ്രസിഡൻ്റായി. ഇന്ന് അയാൾ 3ാമത്തെ വീടാണ് കയറ്റുന്നത്. ചുരുങ്ങിയതൊരു 3 കോടി റുപ്യയുടെ ചെലവിലാണ് കയറ്റുന്നത്. നമുക്ക് അയാൾ വീട് കയറ്റിനല്ല, അയാൾ സ്വന്തം പൈസ ഇത് എവിടുന്ന് കിട്ടിയാണെന്ന് നേരെ ആലോചിക്കേണ്ടതുണ്ട്. ഈ സമുദായത്തിൻ്റെ പണമാണ്, സമുദായത്തിൻ്റെ പൈസയാണ്. ഞാനിത് പറയുന്നു. ഇയാളെ പേടിക്കണം. ഇയാൾ കമ്മ്യൂണിസത്തിലേക്ക് മുസ്ലിങ്ങളെ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് സൂക്ഷിക്കണേ. ബാക്കി ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് കൂടുതൽ നീട്ടി പറയുന്നതില്ല. അതുകൊണ്ടാണ് ലീഗിനോട് ചെറിയ ഒരു ചായവുള്ള മുസ്തഫ ഫൈസിനെ പോലത്തെ വലിയ പണ്ഡിതന്മാരൊക്കെ ഇയാൾ ഒരു നിമിഷം കൊണ്ട് സസ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് ലീഗുകാരെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളെ മഹല്ലുകളും നിങ്ങളുടെ മദ്രസകളും നിങ്ങൾ സൂക്ഷിച്ചോളൂ.
പണ്ഡിതന്മാർ എന്ന പേരിൽ അറിയപ്പെടുന്ന എല്ലാവരും അല്ല, സമസ്തയിലുള്ള നല്ല പണ്ഡിതന്മാരുണ്ടാവിട്ട് അവർ മിസ്കിമാരാണ്. ഇങ്ങനത്തെ ഒരു പണി ഇതിൽ നടന്നു എന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടില്ല. കാരണം സാത്വികരായ പ്രായം ചെന്ന പണ്ഡിതന്മാരാണ്, നല്ല പണ്ഡിതന്മാർ ഒരുപാടുണ്ട്. എന്നാൽ ചിലതൊക്കെ ഈ അസ്ഗർ അലി ഫൈസിനെ പോലത്തെ ഈ യാതൊരു വ്യക്തി തെളിമയും ഇല്ലാത്ത പട്ടിക്കാട് ജാമിയ നൂരിയയിൽ പണിയെടുക്കുന്ന അധികാലം അവിടെ പണിയെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം അയാൾക്ക് പുറത്തു പോകേണ്ടി വരും. അതൊക്കെ മുസ്ലിം ലീഗുകാരുടെ കാശ് കൊണ്ടും പണം കൊണ്ടുണ്ടാക്കിയ സ്ഥാപനങ്ങളാണ്. മഹാനായ ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ബാക്കിയുള്ളവരുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ഇവരുടെ ഈ ഒരു പുന്നാരപ്പറച്ചിൽ ഇനി കേരളത്തിൽ വേവുകയില്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.